അപ്പോൾ ഇന്നത്തെ ക്ലാസ് ലോജിസ്റ്റിക് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. അതിൽ 3 ഫംഗ്ഷൻസ് ആണ് വരുന്നത്: ഈഫ്, ആൻഡ്, ഓർ. ഇതിൽ ഈഫ് ഫംഗ്ഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു ഈഫ് എന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇതിനകത്ത് കാണിക്കുന്നതാണ് ലോജിക്കൽ ടെക്സ്റ്റ്, വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫോൾസ്. സ്റ്റുഡൻസിന്റെ പേര് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുവാണ്. ഇവരുടെ ഒരു മാർക്സും ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ നോക്കുന്നത് ഇവരുടെ മാർക്സ്, സ്റ്റുഡൻസിന്റെ മാർക്സ് 50-ന് താഴെയാണെങ്കിൽ ഫെയിലും 50-ന് മുകളിലാണെങ്കിൽ പാസുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് ഈഫ് എടുക്കാം. സെയിം തന്നെ ഈഫിൽ തന്നെ നമ്മൾ ഇപ്പം ഈക്വൽ ടു ഈഫ്. ഇവിടെ ലോജിക്കൽ ടെസ്റ്റ് എന്താണ്? ഈ മാർക്ക് 50-ന് മുകളിലാവണം, കോമ ട്രൂ. എന്താണ്? അതായത് 50-ന് മുകളിലാണെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? പാസ് എന്നാണ്. അതൊരു ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സിലാണ് എൻ്റർ ചെയ്യുന്നത്, കോമ. ഇനി അത് ഫോൾസ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ എന്താണ് വരുന്നത്? ഫെയിൽ. നമ്മൾ അതും ഡബിൾ കോട്ട്സിൽ എൻ്റർ ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കും. അപ്പോൾ ഫെയിൽ. 50-ന് താഴെയാണ് ഫസ്റ്റ് സ്റ്റുഡൻറ്റിന്റെ മാർക്ക് വന്നത്, അതുകൊണ്ട് തന്നെ അത് ഫെയിൽ എന്നാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഉണ്ടോ? ഫെയില്, പാസ്, പാസ്. ഓക്കെ, അതാണ് ഈ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ആ ഈ ഫംഗ്ഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചുകൂടെ അസൈൻമെന്റ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് ഈഫ് ഒന്ന് തറവാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ലോജിസ്റ്റിക് ഫംഗ്ഷനിലോട്ട് പോകാം. ഇനി ഈ ഒരു കേസിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആക്കി വേറൊരു ടാസ്ക് പറയുന്നത്, ഈ ഒരു ഫെയിൽ ഉള്ളതെല്ലാം എനിക്ക് റെഡിലും പാസ് ഗ്രീനിലും വേണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് മാനുവലി ഫെയിൽ ഉള്ളത് ഇവിടെ റെഡ് അടിച്ചു പോവാം. പക്ഷെ ഇത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് മാനുവലി ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിംഗ് ആണ് കണ്ടീഷണൽ ഫോർമാറ്റ്. അത് നമുക്ക് വേണ്ട സെല്ലുകൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പോവുക, ഹൈലൈറ്റ് സെൽസ് റൂൾ എടുക്കുക, അതിൽ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ ഫെയിൽ എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഫെയിൽ എന്നുള്ളത് ഇപ്പം റെഡ് ലൈറ്റിൽ കാണിക്കുവാണ്, ലൈറ്റ് റെഡിൽ കാണിക്കുവാണ്. അത് ഇവിടെ ഓൾറെഡി ആ ഒരു കളർ സെലക്ട് ആയി കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ താഴെ സെലക്ട് ചെയ്തിട്ട് ലൈറ്റ് റെഡ് ഫില്ലെന്ന് മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ഫോർമാറ്റിൽ ഫില്ല് വിത്ത് റെഡ്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഫെയിൽ ഉള്ളതെല്ലാം റെഡിലും ബാക്കിയുള്ളത് പാസിലും, ബാക്കി പാസ് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഫെയിൽ ഉള്ളത് റെഡിൽ കാണിക്കും. ഇനി നമുക്ക് സെയിം തന്നെ പാസിലും നമുക്ക് ഗ്രീൻ വേണം, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വീണ്ടും കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽ റൂൾസ്, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ്, പാസ്. ഇവിടെ വീണ്ടും താഴോട്ട് നമ്മൾ വിത്ത് ഉള്ളതിന് താഴോട്ട് വരുന്നു. അതിൽ ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ് ഉണ്ട്. ഒന്നെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ വീണ്ടും ഇത് ക്ലിയർ റൂൾസ് കൊടുക്കണം. ക്ലിയർ റൂൾസ് കൊടുക്കുമ്പോൾ അത് ടോട്ടലി ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്.
The conditional formatting highlights cell rules, text that contain fail എനിക്ക് റെഡിലാണ് വേണ്ടത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മോർ കളേഴ്സ് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു റെഡ് ഇപ്പൊ ചൂസ് ചെയ്യുവാണ്. ഓക്കെ, ഇനി സെയിം തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ് സെൽ റൂൾസ്, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ്, ഇവിടെ ഞാൻ ഗ്രീൻ കൊടുക്കുന്നു. ഇവിടെ ഞാൻ വീണ്ടും കസ്റ്റം ഫോർമാറ്റിൽ ഗ്രീൻ സെലക്ട് ചെയ്യുന്നു. ഇതിൽ കസ്റ്റം ഫോർമാറ്റ് വരുമ്പോൾ ഫോർമാറ്റ് സെൽസ് ഓൺ ആയിട്ട് വരുവാണ്. അവിടെ നമ്പർ, ഫോണ്ട്, ബോർഡർ, ഫില്ല്, അതിൽ ആ ഫില്ല് എടുത്തിട്ട് വേണം നമ്മൾ കളർ സെലക്ട് ചെയ്യാൻ. ഓക്കെ ഉള്ളൂ. നേരത്തെ സ്മോൾ പാസ് ആയിരുന്നു ടൈപ്പ് ചെയ്ത് കൊടുത്തത്, അതുകൊണ്ടാണ് അത് വരാഞ്ഞേ. ഇത് കറക്റ്റായിട്ട് തന്നെ കൊടുത്താലേ നമുക്ക് ഫോർമാറ്റ് ആയി കിട്ടും. ഇതിന്റെ തന്നെ വേറൊരു കേസ് നോക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു ടേബിള് വെച്ചു, ഇങ്ങനെ അത് തന്നെ ഇപ്പൊ താഴോട്ട് ഞാൻ ടൈപ്പ് ചെയ്യുവാണെന്ന് വിചാരിച്ചു. കോപ്പി പേസ്റ്റ് ചെയ്യാം. ഫോർമുലാസ് ആയിട്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നത്. ഇതില് എനിക്ക് ഫെയിലിന് പകരം ബ്ലാങ്ക് സെൽസ് മതി, പാസിന് പകരം പാസും വേണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിൽ ഫെയിൽ എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. പക്ഷെ ആ ഡബിൾ കോട്ട്സ് നമ്മൾ അതുപോലെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുന്നു. എന്നിട്ട് ഇത് താഴോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ ഫെയിൽ ഉള്ളതെല്ലാം ബ്ലാങ്ക് സെല്ലിലോട്ട് മാറി. അതായത് നമ്മൾ ഡബിൾ കോട്ട്സിൽ ജസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, അപ്പൊ അത് ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. ഇനി അത് നമുക്ക് എങ്ങനെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ആ ഒരു സെൽസ് സെലക്ട് ചെയ്യുന്നു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഇവിടെ ന്യൂ റൂൾ, അതായത് പാസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് അറിയാം. ഇനി ബ്ലാങ്ക് സെൽസ് പക്ഷെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് അറിയണം. അതിന് ന്യൂ റൂൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് ഓൺലി സെൽസ് ദാറ്റ് കണ്ടെയ്ൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫോർമാറ്റ് ഓൺലി സെൽസ് വിത്ത് സെൽ വാല്യൂന്റെ അവിടെ ബ്ലാങ്ക്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫോർമാറ്റിൽ ബ്ലാക്ക്, എനിക്ക് ബ്ലാക്ക് കളറിലാണ് വേണ്ടതെന്നുണ്ട്, ബ്ലാക്ക് കളർ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഫെയിൽ ആയിട്ടുള്ള എല്ലാം ബ്ലാക്ക് കളറിലും ബാക്കി എനിക്ക് പാസ് കിട്ടുന്നുണ്ട്. സെയിം തന്നെ ഇനി പാസ് നമുക്ക് ഗ്രീൻ കളറിലോട്ട് ആക്കിയാൽ മതി, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുത്തിട്ട്. ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് പാസ്, ഗ്രീൻ കളറിൽ കിട്ടുന്നു. അപ്പം ഇതിന്റെ തന്നെ കുറച്ച് വർക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പാസ് ഓർ ഫെയിലിന്റെ ഒരു സെക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്കോർ ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ഇതിലൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ഇൻ സെൽ A2 എ സ്റ്റുഡൻറ് സ്കോർ ഇസ് ഗീവൺ, റൈറ്റ് എ ഫോർമുല ഇൻ സെൽ B2 ടു ഡിസ്പ്ലേ പാസ് ഇഫ് ദ സ്കോർ ഈസ് 40 ഓർ മോർ, അതർവൈസ് ഫെയിൽ. സെയിം തന്നെ നമ്മളിപ്പോൾ പാസ് ഓർ ഫെയിൽ കൊടുത്തേക്കുന്ന അതേ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇതും. അതിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ഞാൻ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെയിം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ ടൈപ്പ് ചെയ്യാം. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ, ലോജിക്കൽ ടെസ്റ്റ് എന്താണ്, നമ്മുടെ സ്കോർ ഗ്രേറ്റർ ദാൻ 40, കോമ
ഡബിൾ കോട്ട്സ് പാസ് കോമ ഡബിൾ കോട്ട്സ് ഫെയിൽ, എൻ്റർ. താഴോട്ട് ടൈപ്പ് ചെയ്യുന്നു. കേസ് പറയുന്നുണ്ട് ഡിസ്പ്ലേ പാസ് ഇഫ് ദ സ്കോർ ഈസ് 40 ഓർ മോർ. 40 കൂടുതലോ ആണെങ്കിലും പാസ്സാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ A3 സെല്ലിൽ 40 ആണ് കിടക്കുന്നത്, പക്ഷെ അത് ഫെയിൽ ആയിട്ടാണ് വന്നത്. അത് മാറ്റാൻ എന്ത് ചെയ്യും നോക്കാം. അതിന് ഈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 40 നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്നു. ജസ്റ്റ് ആ ഒരു ഫോർമുലയിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. ഇപ്പം 40 ഉള്ളത് പാസ്സാണ് വരുന്നത്. അപ്പം നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടതെന്നുള്ളത് നന്നായിട്ട് നോക്കുക. അതിനനുസരിച്ച് ഈ ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ എന്നുള്ളത് നോക്കി ചെയ്യുക. ഇനി അടുത്തത് ഈവൻ ഓർ ഓഡ്. ഇതിലെ ക്വസ്റ്റ്യൻ ഗീവൺ എ നമ്പർ ഇൻ സെൽ A3. ഇവിടെ A3യിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എ ഫോർമുല ടു ഡിസ്പ്ലേ ഈവൻ ഇഫ് ദ നമ്പർ ഈസ് ഈവൻ അതർവൈസ് ഓഡ്. നമുക്കൊരു ഫോർമുല ഇവിടെ ആഡ് ചെയ്യണം. സെയിം ഈഫ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഈ എ കോളത്തിലെ നമ്പേഴ്സ് ഈവൻ ആണെങ്കിൽ ഈവൻ ആയിട്ടും ഓഡ് ആണെങ്കിൽ ഓഡ് ആയിട്ടും നമുക്ക് കാണണം. പക്ഷെ ഈ 10 എങ്ങനെയാണ് ഓഡ് വരുന്നത്? എൻ്റർ. ഈവൻ. നമുക്ക് ഈഫ് ആണ് വരുന്നത്. പക്ഷെ ഈഫിൽ നമുക്ക് 10 എന്ന നമ്പർ എങ്ങനെയാണ് അത് ഈവൻ ആണോ അല്ലെങ്കിൽ ഓഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് മോഡ്. അതിൻ്റെ മോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സെലക്ട് ആകുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിട്ടേൺസ് ദ റിമൈൻഡർ ആഫ്റ്റർ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ ഡിവിസർ. ഓക്കെ, നമുക്കിത് മോഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പം ഈക്വൽ ടു, ഇപ്പം നമ്മളിവിടെ 10 ചെയ്യുന്നു. ഒരു ഈവൻ നമ്പറും നമ്മൾ ഒരു ഓഡ് നമ്പറും കൊടുക്കുന്നു. ഈക്വൽ ടു മോഡ് അപ്ലൈ ചെയ്ത് നോക്കുന്നു എന്താണ് റിസൾട്ട് വരുന്നത്. കോമ ഡിവൈസർ 2, എൻ്റർ. താഴെ കൊടുക്കുന്നു 1. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു സംഖ്യയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ് വരുന്നതെങ്കിൽ അതൊരു ഈവൻ നമ്പറും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ അതിനെ ഒരു ഓഡ് നമ്പറുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് എല്ലാ കേസിലും അതങ്ങനെ തന്നെ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈഫിന്റെ അവിടെ നമ്മൾ മോഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. മോഡ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ ഏത് ഡിവൈഡർ ആണോ, അപ്പം 2 ആവാം 3 ആവാം 4 ആവാം, ഡിവൈഡ് ചെയ്തിട്ട് എത്ര ആണോ ആൻസർ കിട്ടുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡ് യൂസ് ചെയ്യുന്നത്. ആ മോഡ് തന്നെ നമ്മൾ ഇവിടെ ഈഫ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നു. ഇവിടെ ഈസിക്കൽ ടു ഈഫ് മോഡ് ബ്രാക്കറ്റ് ഓപ്പൺ നമ്പർ നമ്മൾ കൊടുക്കുന്നു, ഡിവൈസർ 2. കാരണം നമുക്കിവിടെ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് അറിയണം. അതിനുള്ളൊരു ബേസിക് മാത്സ് ആയിരുന്നു. നമ്മൾ ഈവൻ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 0യും ഈവൻ നമ്പർ ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ഉം ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ മോഡിൽ ഓക്കെ കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു.
ഇവിടെ ഓടെന്നാണ് വന്നത്. പക്ഷെ ഈ ഓടെന്നുള്ളത് തെറ്റല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ മോഡ് A2 ഡിവൈഡഡ് ബൈ 2 എന്ന് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. അതിന്റെ റിസൾട്ട് ഈക്വൽ ടു 0 കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ 0 ആണെങ്കിൽ ട്രൂ വാല്യൂ ഈവൻ ആണ്, അല്ലെങ്കിൽ ഓഡ് ആണ്. എൻ്റർ ചെയ്തു. ഈവൻ, ഓഡ്. ഓക്കെ ആയില്ലേ? ഇനി